ലഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മൾ പീസ് റോസ്റ്റ് ആണ് ഇടുന്നത്. അപ്പോൾ പീസ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഗ്ലാസ്, ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിന് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ പകുതിക്ക് ഞാൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇന്നലെ രാത്രി ഇട്ടതാണ്. ഇന്ന് നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പരുവായിട്ടുണ്ട്. നമുക്കിതിനെ പ്രഷർ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം. ഇത് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് ഒരു 5 മിനിറ്റ് വെന്താൽ മതി. അപ്പോഴത്തേന് പീസ് റെഡിയാവുമേ. അപ്പം നമുക്ക് വേവിക്കാൻ വെക്കാം. പീസ് നന്നായിട്ട് വെന്ത് ഇരിക്കുന്ന പീസിലേക്ക് ചേർക്കേണ്ട സാധനം, റോസ്റ്റ് ചെയ്യാനായിട്ട് വലിയ 2 സവോള, ഇച്ചിരി ഇഞ്ചി നന്നായിട്ട് കനം കുറച്ചരിഞ്ഞ് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഒരു 1.5 തക്കാളിയെ, അല്ലെങ്കിൽ വലിയ തക്കാളിയാണ് 1 തക്കാളി. അപ്പോൾ ഒരു നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പീസ് റോസ്റ്റിന് ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി അത് നന്നായിട്ടൊന്ന് വഴലട്ടെ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാമേ. മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണിനേക്കാളും ഇച്ചിരി വലുപ്പമുള്ളതാണേ. ഗരം മസാല നിറച്ചൊരു സ്പൂണേ, 1 ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചമണം പോയി വഴലട്ടെ. പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴലട്ടെ. അപ്പൊ പീസ് ഒരു വിസിൽ വന്ന് 5 മിനിറ്റ് തീ കുറച്ചിട്ട് നന്നായിട്ട് വെന്തത്. അപ്പം നോക്കാം, വേവം നോക്കിയേക്കാൻ വേണമെങ്കിൽ. കണ്ടോ, നന്നായിട്ട് വെന്തത്. അപ്പം ഇവിടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പീസ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പെരിഞ്ജീരകം മാത്രം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണ്, റോസ്റ്റിന് പ്രത്യേകം വേണ്ടിയ കുരുമുളക് പൊടിച്ചത്, എരിവനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം അതിലേക്ക് നമുക്ക് പീസ് വെന്തത് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റി കുഴഞ്ഞെടുക്കുന്നതാണ് റോസ്റ്റിന്റെ പരുവമേ. അപ്പൊ ഇതൊന്ന് ചാറൊന്ന് പറ്റിക്കോട്ടെ. കണ്ടോ, അപ്പൊ ചാറൊക്കെ പറ്റി നമ്മുടെ പീസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കരിയാപ്പിലയും കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണേ. നോയമ്പ് സമയത്ത് കൊള്ളാം നന്നായിട്ട്.